അന്തിവേൽ താഴ്ന്നു തുടങ്ങിയ നേരത്താണ് നീലിമയുടെ ബോട്ടിക്കിന് മുന്നിലേക്ക് ആ കറുത്ത BMW കാർ ചീറിപ്പാഞ്ഞുവന്ന് ബ്രേക്കിട്ടത്. ടയറുകൾ റോഡിലുരസിയുണ്ടായ ആ കനത്ത ശബ്ദം കേട്ട് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. ക്രൂരമായ ആ മർദ്ദനമേറ്റ് അവളുടെ ചുണ്ടുകൾ പൊട്ടി ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. ആകെ തളർന്നു പോയ നീലിമ കാറിൻ്റെ ആഡംബര വാതിൽ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ആ രൂപത്തെ കണ്ടതും ഒരു നിമിഷം ശ്വാസമടക്കി സ്തംഭിച്ചു നിന്നുപോയവൾ. ജഗൻ അവളുടെ ഉള്ള ഭയം കൊണ്ടും വിദ്വേഷം കൊണ്ടും പിടഞ്ഞു. ഇയാൾ എന്തിനാണ് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നത്? മനസ്സിൽ ചോദ്യങ്ങൾ 1000 ഇരമ്പിയെങ്കിലും ജഗൻ്റെ മുഖത്ത് കരിങ്കല്ലിൻ്റെ ഭാവമായിരുന്നു. അവളോടൊരു വാക്കുപോലും സംസാരിക്കാതെ അവൻ കൂട്ടാക്കിയില്ല. ഒരു കാട്ടുസിംഹം ഇരയെ പിടിക്കുന്നത് പോലെ ദാക്ഷിണ്യമില്ലാതെ അവൻ അവളുടെ കൈകൾ ബലമായി പിടിച്ചു വലിച്ച് കാറിൻ്റെ മുൻ സീറ്റിലേക്ക് തള്ളിക്കയറ്റി. നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ദയവായി ഒന്ന് വണ്ടി നിർത്ത്. തനിക്കു നേരെ വീണ്ടും ആഞ്ഞടിക്കുന്ന വിധിക്ക് മുന്നിൽ നീലിമ കരഞ്ഞുകൊണ്ട് ജഗനോടായി അപേക്ഷിച്ചു. വണ്ടി നിർത്ത്, എന്നെ ഇവിടെ ഇറക്ക്. കാറിൻ്റെ വിൻഡോ ഗ്ലാസിൽ തൻ്റെ ദുർബലമായ കൈകൾ കൊണ്ട് ശക്തമായി തട്ടിക്കൊണ്ട് അവൾ ആക്രോശിച്ചു. എന്നാൽ സ്റ്റിയറിങ്ങിൽ പിടിമുറുക്കി മുന്നോട്ട് മാത്രം നോക്കിയിരുന്ന ജഗൻ അവളുടെ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. അവൻ എന്നെ സഹായിക്കണേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ഈ രാക്ഷസിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. പക്ഷേ ആ വിജനമായ പാതയിൽ അവളുടെ ആവർത്തനങ്ങൾ കേൾക്കാൻ ആരുമുണ്ടായില്ല. വന്യമായ വേഗത്തിൽ റോഡിലെ പാഞ്ഞു പോകുന്ന ആ കാറിൻ്റെ വിറയിലും വേഗതയും കണ്ട് ഭയന്ന് വിറച്ചു നീലിമ. ഒടുവിൽ തൻ്റെ സർവ്വശക്തിയും ചോർന്ന് സീറ്റിലേക്ക് ഒതുങ്ങിക്കൂടിയിരുന്ന് വിതുമ്പാൻ തുടങ്ങിയവൾ. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയായുള്ള നിശബ്ദത പോലെ ആ കാർ ഇരുളിലേക്ക് കുതിച്ചു പാഞ്ഞു. അതിവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കറുത്ത BMW പെട്ടെന്ന് ബ്രേക്കിട്ട് നിന്നു. ടയറുകൾ റോഡിൽ ഉരസിയ ശബ്ദം നീലിമയുടെ നെഞ്ചിലാണ് ചെന്നിടിച്ചത്. അവൾ ഭയത്തോടെ പുറത്തേക്ക് നോക്കി. ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലാണ് അവർ എത്തിച്ചേർന്നത്. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആശുപത്രിയിൽ ആർക്കാണ് സുഖമില്ലാത്തത്? തൻ്റെ ഉള്ളിൽ ഉയർന്ന ചോദ്യങ്ങൾ അവൾ ജഗനോട് ചോദിക്കാൻ തുടങ്ങും മുൻപേ അവൻ കാറിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയിരുന്നു. മറുപടികൾക്കോ ചോദ്യങ്ങൾക്കോ കാത്തു നിൽക്കാൻ ജഗൻ സമയമില്ലായിരുന്നു. അവൻ്റെ ഉള്ളിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. അവൻ കാറിൻ്റെ മറുവശത്തെ വാതിൽ വലിച്ചു തുറന്ന് നീലിമയെ ഒട്ടും ദാക്ഷിണ്യമില്ലാതെ പുറത്തേക്ക് വലിച്ചിറക്കി. ദയവായി എന്നെ വിട്, എനിക്ക് വേദനിക്കുന്നുണ്ട്. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. എന്നാൽ കരിങ്കല്ല് പോലെ ഉറച്ച അവൻ്റെ മനസ്സിൽ ആ അപേക്ഷകളൊന്നും ചലനമുണ്ടാക്കിയില്ല. അവളുടെ മെലിഞ്ഞ കൈത്തണ്ടിൽ ഇരുമ്പുഴുക്കുള്ളിൽ പോലെ അവൻ പിടിമുറുക്കി. ആശുപത്രിയുടെ നീളൻ ഇടനാഴിയുടെ ഉള്ളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി അവൻ്റെ ആ ക്രൂരമായ പിടിയിൽ അമർന്ന് കൈത്തണ്ടിയിലെ എല്ലുകൾ പൊട്ടുന്നത് പോലെ വേദന നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചോര പൊടിഞ്ഞ് ചുണ്ടുകളുടെ വേദനകൾ അവളെ തളർത്തിയത് ജഗൻ്റെ വന്യമായ പെരുമാറ്റമാണ്. അവനോട് തർക്കിക്കാനോ ഒന്ന് ചെറുത്തു നിൽക്കാനോ പോലുമുള്ള ശക്തി ആ പാവത്തിനില്ലായിരുന്നു. ഇടനാഴി കടന്ന് അവർ ICUവിൻ്റെ മുന്നിലെ പ്രത്യേക മുറിക്കുള്ളിലാണ് എത്തിയത്. അവിടെ നിൽക്കുന്ന അനിതയെയും കൂടെയുള്ളവരെയും നീലിമ അപ്പോഴാണ് കണ്ടത്. ജഗൻ നീലിമയുടെ കൈകളിൽ പിടിച്ച് സർവ്വ അവകാശത്തോടെയും അധികാരത്തോടെയും കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നത് കണ്ട് അവിടെ നിന്നിരുന്ന ശാരദാമ്മ അമ്പരപ്പോടെ ജഗനെ നോക്കി. ഈ പെണ്ണ് എങ്ങനെ വീണ്ടും ഇവൻ്റെ കൂടെ ഇവിടെ എത്തി എന്ന ഭാവമായിരുന്നു അവരുടെ മുഖത്ത്. അതേസമയം അവിടെ നിന്നിരുന്ന അനിതയുടെ കണ്ണുകൾ നീലിമയോടുള്ള കടുത്ത ദേഷ്യവും പകയും ഒരുപോലെ തിളച്ച് മറയുന്നുണ്ടായിരുന്നു. ആ പ്രത്യേക മുറിക്കുള്ളിലേക്ക് കടന്നപ്പോൾ മാത്രമാണ് ജഗൻ നീലിമയുടെ കൈകൾ തൻ്റെ കൈകൾ അയച്ചത്. പെട്ടെന്ന് പിടിവിട്ടപ്പോൾ അവൾ ഒരു വശത്തേക്ക് വീഴാൻ പോയി. അവൻ്റെ ക്രൂരമായ മർദ്ദനത്തിൽ നിന്നും പിടിയിൽ നിന്നും മോചനം കിട്ടിയ നീലിമ വിറക്കുന്ന കൈകളോടെ തൻ്റെ കൈത്തണ്ടയിലേക്ക് നോക്കി. അവളുടെ മൃദുലമായ കൈകൾ ജഗൻ്റെ വിരലുകൾ അമർന്ന് ചോരയൊലിച്ച് കറുത്ത് ചുവന്ന് തടിച്ചിരിക്കുന്നുണ്ട്. തന്നോട് ഈ ക്രൂരത കാട്ടിയ ജഗനെ കത്തുന്ന ദേഷ്യത്തോടെ നോക്കാൻ അവൾ തലയുയർത്തി. പക്ഷെ അവളുടെ നോട്ടം അവനിലേക്ക് എത്തും മുൻപേ ആ മുറിയുടെ വെള്ള വിരിയിട്ട കട്ടിലിൽ നിശ്ചലമായി കിടക്കുന്ന കുഞ്ഞു രൂപത്തിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. അവിടെ സർവ്വ സന്നാഹങ്ങളോടെയും കൂടി മെഡിക്കൽ ഉപകരണങ്ങൾക്ക് നടുവിൽ ബോധമില്ലാതെ കിടക്കുന്ന കുഞ്ഞു ദിയമോളെ, എൻ്റെ കുഞ്ഞെ. തൻ്റെ നെഞ്ചുരുക്കുന്ന വേദനയോടെ നീലിമ വിതുമ്പിക്കരഞ്ഞു. ഹൃദയത്തിൽ നിന്ന് പ്രവഹിച്ച മാതൃസ്നേഹത്തിൻ്റെ ആധികൃത്യത്താൽ അവൾ സകല വേദനകളും മറന്ന് കുഞ്ഞിനരികിലേക്ക് ഓടാനായി തുനിഞ്ഞു. എന്നാൽ ഒരു ഇടിമിന്നൽ വേഗത്തിൽ ജഗൻ വീണ്ടും അവളുടെ മുന്നിൽ ഒരു മതിലായി തടസ്സം നിന്നു.
അവളുടെ ചുവന്നു തടിച്ച കൈകൾ അവൻ വീണ്ടും ബലമായി പിടിച്ചു നിർത്തി. തന്നെ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ട് ജഗൻ്റെ ഉള്ളും നീറുകയാണ്. പക്ഷെ അവൻ്റെ പുറമേയുള്ള ഭാവം കഠിനമാണ്. കുറച്ച് സമയത്തിന് മുൻപ് ഡോക്ടർ തന്നോട് പറഞ്ഞ ആ കഠിനമായ വാക്കുകൾ അവൻ്റെ ചെവിയിൽ ഒരു മന്ത്രം പോലെ അപ്പോഴും അലയടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ജഗൻ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അവളുടെ മനസ്സിനേറ്റ ആഘാതമാണ് ഇതിന് കാരണം. നീലിമയല്ലാതെ, ആ കുട്ടിയുടെ അമ്മയുടെ സാന്നിധ്യമില്ലാതെ മകളെ തുടർന്ന് ചികിത്സിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അമ്മയുടെ സ്പർശനവും സ്നേഹവും മാത്രമാണ് ഇനി അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഏക വഴി. ഡോക്ടറുടെ ആ വാക്കുകൾ ഓർമ്മ വന്നപ്പോൾ ജഗൻ കൂടുതൽ അസ്വസ്ഥനായി. തൻ്റെ മകളുടെ ജീവന് വേണ്ടി ഈ പെണ്ണിനെ ഇവിടെ കൊണ്ടുവരേണ്ടി വന്നല്ലോ എന്ന അപകർഷബോധവും അതേസമയം മകളെ ഓർത്തുള്ള ഭയവും അവൻ്റെ മനസ്സിൽ മാറി വന്നു. നീലിമയുടെ കണ്ണുകളിലെ ഭയവും വേദനയും കലർന്ന ആ നോട്ടം അവനെ അല്പം തളർത്തി. തൻ്റെ മകൾക്ക് മുന്നിൽ അവൻ വീണ്ടും കഠിനഹൃദയനായി നിലകൊണ്ടു. അമ്മയും മകളും തമ്മിലുള്ള ആത്മബന്ധം അധികാരത്തിൻ്റെ മുന്നിൽ തോറ്റുപോകുമെന്ന വല്ലാത്തൊരു വാശി അവൻ്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. മുറിക്കുള്ളിലെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് ജഗൻ്റെ ശബ്ദമുയർന്നു. അവൻ്റെ വാക്കുകൾ പണത്തിൻ്റെ അഹങ്കാരവും താക്കീതും ഒരുപോലെ തറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. നീലിമയുടെ കൈത്തണ്ടിൽ പിടിമുറുക്കിക്കൊണ്ട് അവൻ കടിച്ചമർത്തിയ ദേഷ്യത്തോടെ പറഞ്ഞു, നിനക്കൊക്കെ പണം മാത്രമാണോ വലുത്? പണത്തിനു മുകളിലാണ് നിങ്ങളുടെയൊക്കെ സ്നേഹം. നീ എൻ്റെ മകളോട് പറഞ്ഞ ഒരൊറ്റ വാക്കുകളാണ് അവളെ ഇന്ന് ഈ മരണക്കിടക്കിൽ എത്തിച്ചിരിക്കുന്നത്. അവൻ്റെ വാക്കുകൾ കടുത്ത അമർഷവും തിളച്ചു മറയുന്നുണ്ടായിരുന്നു. പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം മനുഷ്യനിവിടെ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിനക്കറിയാമോ? അറിയാതെ നിനക്ക് പണത്തോട് മാത്രമാണ് ആർത്തി. അതുകൊണ്ടാണ് താനൊന്നും തിരിച്ചറിയാത്തത്. തൻ്റെ പരുക്കൻ ദേഷ്യത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ആ വന്യമായ നോട്ടത്തിന് മുന്നിൽ ശാരീരികമായും മാനസികമായും തകർന്നു പോയ നീലിമ ആകെ തളർന്നു പോയി. അവളുടെ ചുണ്ടുകളിൽ നിന്ന് അപ്പോഴും ചോര പൊടിയുന്നുണ്ടായിരുന്നു. അതേസമയം അവിടെ നിന്നിരുന്ന അനിതയും തക്കം നോക്കി നീലിമയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇതൊക്കെ ഇവളും ഒരു അടവാണ് ജഗൻ. നിന്റെ പണവും പ്രതാപവും കണ്ടിട്ട് നിന്റെ മകളെ പാട്ടിലാക്കി നിന്റെ ജീവിതത്തിലേക്ക് കയറിപ്പറ്റാൻ നോക്കിയവളാണിവൾ. ഈ അവസ്ഥക്ക് കാരണം ഇവൾ മാത്രം. അനിതയുടെ വാക്കുകൾ കേട്ടതും നീലിമയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങി. അപമാനവും വേദനയും അവളുടെ സഹനശക്തിയുടെ പരിധി ലംഘിച്ചു. ഒരു നിമിഷം കൊണ്ട് അവൾ തൻ്റെ സർവ്വശക്തിയും സംഭരിച്ച് ജഗൻ്റെ ആ ഇരുമ്പ് പിടിയിൽ നിന്ന് തൻ്റെ കൈകൾ ഒറ്റവലിക്ക് വലിച്ചെടുത്തു. പെട്ടെന്നുള്ള അവളുടെ നീക്കത്തിൽ ജഗൻ പോലും ഒരു നിമിഷം പകച്ചുപോയി. അവൻ എന്തെങ്കിലും ചെയ്യും മുൻപേ നീലിമ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അവനെ ആഞ്ഞു നോക്കി. തൻ്റെ പൊട്ടിയ ചുണ്ടുകൾ തുടച്ചുകൊണ്ട് കത്തുന്ന ശബ്ദത്തിൽ അവനോടായി ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത്? എനിക്ക് പണത്തോടുള്ള ആർത്തിയാണ് നിങ്ങളുടെ മകൾ ഈ കിടക്കയിൽ കിടക്കാൻ കാരണമെന്നോ? എന്നാ കേട്ടോളൂ, അതല്ല സത്യം. പണത്തോടുള്ള ആർത്തി എനിക്കല്ല, നിങ്ങൾക്കാ. അവളുടെ ചോദ്യം ആ മുറിയിലാകെ പ്രതിധ്വനിച്ചു. ജഗൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. പക്ഷെ അവൾ ഭയന്നില്ല. അവൾ അവൻ്റെ നേരെ ഒരു പടി കൂടി മുന്നോട്ട് വെച്ചു. അവൻ്റെ കണ്ണുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, പണത്തോടും ബിസിനസ്സിനോടുമുള്ള ആർത്തി മൂത്തത് കൊണ്ടാണ് സ്വന്തമായി ചോരയിൽ പിറന്ന കുഞ്ഞിനെ പോലും സ്നേഹത്തോടെ ഒന്ന് നോക്കാൻ നിങ്ങൾക്ക് പോലും കഴിയാത്തത്. ആ ബിസിനസ് സാമ്രാജ്യത്തിന് പിന്നാലെ നടക്കുന്ന നിങ്ങൾ ഒരു നല്ല അച്ഛനായിരുന്നെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ഈ ലോകത്ത് എല്ലാവരേക്കാളും വലുത് സ്വന്തം അച്ഛൻ്റെ സ്നേഹമാണ് തിരിച്ചറിയാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അവൾക്കിന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. തൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത ജഗൻ്റെ മുഖത്തേക്ക് നോക്കി നീലിമ തൊട്ടുവിട്ട ആ ചോദ്യങ്ങൾ ശരങ്ങൾ അവൻ്റെ നെഞ്ചിൽ കൃത്യമായി തറച്ചു. ജഗൻ്റെ അഹങ്കാരത്തിന് മേലേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു അത്. നീലിമയുടെ അമൂർച്ചയുള്ള ചോദ്യങ്ങൾ കേട്ടതും ജഗൻ്റെ ഉള്ളിൽ ദേഷ്യം അണപൊട്ടിയൊഴുകി. അവൻ്റെ കൈകൾ മുറുകി. മുഖത്തെ ഞരമ്പുകൾ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ തുടങ്ങി. നീലിമ മറുപടി കേട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട ജഗൻ മുറിവേറ്റ സിംഹത്തെ പോലെ വന്യമായ ഭാവത്തോടെ അവളിലേക്കെടുത്തു. അവൻ്റെ കണ്ണുകൾ കത്തുന്ന കോപം കണ്ട് ഏതൊരു പെണ്ണും ഭയന്ന് വിറക്കുമായിരുന്നു. എന്നാൽ തൻ്റെ മകളുടെ കിടക്കയിലേക്ക് എത്തിയതും അവൻ്റെ ആ രൗദ്രഭാവം പെട്ടെന്ന് എങ്ങോ മറിഞ്ഞു. ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തി അവൻ ശാന്തനായി മെല്ലെ തിരിഞ്ഞ് കട്ടിൽ നിശ്ചലനായി കിടക്കുന്ന തീയമ്മളുടെ അരികിലേക്ക് അവൻ നടന്നു. ഒരു അച്ഛൻ ഹൃദയം നൊന്തു പിടയുകയെന്ന് അവൻ അവളുടെ കുഞ്ഞു തല്ലിൽ വളരെ മൃദുവായി തലോടി നെറ്റിൽ ആർദ്രമായൊരു ഉമ്മ നൽകി. ആ സ്പർശനം മാന്ത്രികമായിരുന്നു. അതുവരെ കടുത്ത പനിയിലും മയക്കത്തിലുമായിരുന്നു കുഞ്ഞു ദിയ. ആ മയക്കത്തിലേക്ക് പിച്ചും പേയും പറയുന്നത് പോലെ വളരെ ക്ഷീണിച്ച ശബ്ദത്തിൽ മെല്ലെ വിളിച്ചു, മമ്മി മമ്മി. ആ കുഞ്ഞു നാവിൽ നിന്നും മമ്മി എന്ന വിളി ഉയർന്നു വന്ന നീലിമയുടെ ഉള്ളം ഉരുകിപ്പോയി.
തൻ്റെ സകല വേദനകളും അവളുടെ ജഗൻ കാട്ടിയ ക്രൂരതകളും ആ ഒരൊറ്റ വിളിയിൽ അവൾ മറന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും സ്നേഹത്തിൻ്റെ അശ്രുബിന്ദുക്കൾ പൊഴിഞ്ഞു വീഴുമ്പോൾ ദിയമോളെ നോക്കി അവളുടെ ചുണ്ടുകൾ മാതൃത്വത്തിൻ്റെ നനവുള്ള പുഞ്ചിരി വിരിഞ്ഞു. ഇത്രയും നേരം തനിക്കെതിരെ കടുത്ത ദേഷ്യത്തിലും ആത്മാഭിമാനത്തിലും സംസാരിച്ചിരുന്ന അതേ നീലിമ തന്നെയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് മുന്നിൽ ഇത്രയേറെ ശാന്തനായി പ്രണയത്തോടെ പുഞ്ചിരിച്ചു നിൽക്കുന്നത് എന്ന ഭാവത്തിൽ ജഗൻ അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ ഭാവമാറ്റം അവൻ്റെ കഠിന മനസ്സിനെ പോലും എവിടെയോ തൊട്ടുണർത്തി. അപ്പോഴാണ് ആ മുറിയിൽ വാതിൽ തുറന്ന് ചീഫ് ഡോക്ടർ അകത്തേക്ക് വന്നത്. ഡോക്ടറുടെ പിന്നാലെ പരിഭ്രമത്തോടെ ശാരദാമ്മയും മുഖം കറുപ്പിച്ചുകൊണ്ട് അനിതയും ഉള്ളിലേക്ക് കയറി. കട്ടിൽ കിടക്കുന്ന ദിയമോളുടെ പിഞ്ചു കൈകൾ തൻ്റെ കൈക്കുള്ളിൽ കോർത്തു പിടിച്ച് പ്രാർത്ഥനയോടെ നിൽക്കുന്ന നീലിമയെ കണ്ടതും ഡോക്ടറുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ ഒരു വലിയ പുഞ്ചിരി വിരിഞ്ഞു. അദ്ദേഹം ജഗനെയും അവിടെ നിന്നിരുന്നവരെയും മാറി മാറി നോക്കി. ദിയമോളെ, നിന്റെ അമ്മ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അനിതയുടെ ശാരദാമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഡോക്ടർ തികഞ്ഞ ഗൗരവത്തോടെ പറഞ്ഞു. പിന്നീട് അനിതയ്ക്ക് നേരെ തിരിഞ്ഞ് പരിഹാസം നിറഞ്ഞ സ്വരത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കുഞ്ഞിന് ജന്മം നൽകിയതുകൊണ്ടോ പണത്തിൻ്റെ അഹങ്കാരം കാട്ടിയതുകൊണ്ടോ മാത്രം ആരും അമ്മയാകില്ല. കുഞ്ഞിന് ആവശ്യത്തിന് സ്നേഹവും പരിചരണവും മാനസിക പിന്തുണയും നൽകാൻ അറിയണം. അത് ചിലർക്ക് എത്ര വലിയ പ്രപഞ്ചസത്യം പറഞ്ഞു കൊടുത്താലും മനസ്സിലാകില്ല. ഡോക്ടറുടെ തറച്ചു കയറുന്ന വാക്കുകൾ കേട്ട് അനിതയുടെ മുഖം വളറി വെളുത്തു. തൻ്റെ പുണക്കൊഴുപ്പും നാടകങ്ങൾ അവിടെ തകർന്നടയുന്നത് കണ്ട് അവൾ ദേഷ്യം കൊണ്ട് വിറക്കാൻ തുടങ്ങി.